أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله حمدا كثيرا طيبا مباركا وبعد صلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 29-ാം അധ്യായത്തിൻ്റെ 52 മുതൽ 55 വരെയുള്ള വചനങ്ങളെ ഇന്ന് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെയുള്ള പാഠഭാഗത്ത് വിശുദ്ധ ഖുർആനിൻ്റെ അതിൻ്റെ ആയത്തുകളുടെ പ്രസക്തി, അതിൻ്റെ സത്യസന്ധത, യാഥാർത്ഥ്യം, അത് ദൈവികമാണെന്നുള്ള സത്യം, ഇതൊക്കെയാണ് ബോധ്യപ്പെടുത്തിയത്. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് അത് ബോധ്യപ്പെടാൻ മാത്രം മതിയായ തെളിവുകൾ തന്നെയാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നൊക്കെ പറഞ്ഞു. ഇനി അതിനുശേഷം സത്യനിഷേധികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതിൽ വചനം 52 എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഖുൽ കഫാ ബില്ലാഹി ബൈനി വബൈനക്കും ഷഹീദ. നബിയെ, നിങ്ങൾ അവരോട്, ആ സത്യനിഷേധികളോട് നിങ്ങൾ പറയണം, എന്താണ്, എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ അള്ളാഹു തന്നെ സാക്ഷിയായിട്ട് മതി എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പുള്ള വചനം കൂടെ അതിലേക്കൊന്ന് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതായത് ഖുർആൻ ദൈവിക ഒരു ഗ്രന്ഥമാണ് എന്നുള്ളത് അള്ളാഹു പറയുമ്പോൾ അതിന് മതിയായ തെളിവുകളില്ല. അത് ദൈവികമാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു എന്നൊക്കെയാണല്ലോ അവരുടെ നിലപാട്, അവിശ്വാസികളുടെ. മാത്രമല്ല, എന്തേ മൂസാ നബിയെ പോലൊരു വടി, അതാണല്ലോ മുഅ്ജിസത്ത്. സ്വാലിഹ് നബിയുടെ ഒട്ടകം പോലുള്ള ഒരു മുഅ്ജിസത്ത്, ഇതൊന്നും എന്താ മുഹമ്മദിന് തെളിവുകളായിട്ട് നൽകാത്തത്? അങ്ങനെയൊക്കെയുള്ള തെളിവുകൾ മുഹമ്മദ് നബി കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു. ഇതിപ്പോൾ ഒരു കിതാബും കൊണ്ടാണ്, ഒരു ഖുർആൻ എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് മുഹമ്മദ് വന്നിട്ടുള്ളത്, കുറച്ച് എഴുത്ത് കുത്തുകളൊക്കെ ഉള്ള. ഇതൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നിലപാട്, അവരുടെ സംസാരത്തിൻ്റെ ഒരു ആശയം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആൻ അവർക്കൊരു മോചിതത്തായി മതിയാഞ്ഞിട്ടാണോ, അല്ല അവർ തികച്ചും കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതിനോടുള്ള ഒരു വൈമനസ്യമാണോ, വിട്ടു നിൽക്കുക എന്നുള്ള ആ ഒരു പ്രവണതയാണോ അവരുടെ കാര്യത്തിലുള്ളത്? തെളിവുകൾ പോരാഞ്ഞിട്ടാണ് എന്ന് പറയുന്നവർ അത് ന്യായമാണോ എന്നാണ് ചോദിക്കുന്നത്. ആത്മാർത്ഥമാണെങ്കിൽ അല്ലേ തെളിവുകൾ നൽകാമായിരുന്നു. പക്ഷേ ആത്മാർത്ഥം എന്നല്ല. അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിൽ നിന്ന് അവർ ഇനി എത്ര തെളിവ് കൊടുത്താലും അവർ മാറി നിൽക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, പ്രവാചകൻ അറബി, ഒരു അനറബി ഭാഷയിലൊരു ഗ്രന്ഥത്തെയാണ് കൊടുത്തിരുന്നെങ്കിൽ അവർ അത് പറഞ്ഞിട്ട് മാറിക്കായിരുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് എന്ന മനുഷ്യനെ നിയോഗിച്ചപ്പോൾ അവർ പറഞ്ഞ് എന്തേ മലക്കിനെ വിടാഞ്ഞു എന്നുള്ളത്. ഇനി മലക്കിനെ ആയിരുന്നു പറഞ്ഞേക്കുന്നെങ്കിലോ മലക്കുകളെ പിൻപറ്റി ഞങ്ങൾ എങ്ങനെ ജീവിക്കാനാന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു നിരക്കും എന്ത് നൽകിയാലും അതിനെ അവർ മതിയാവാത്തവരായി, തെളിവ് പോരാത്തവരായി സംസാരിക്കും. അതിന് കാരണം തെളിവ് പോരാത്തത് കൊണ്ടല്ല, അവർക്കതിനെ ഉൾക്കൊള്ളാനും ജീവിത നിലക്ക് ക്രമപ്പെടുത്താനും അവർ റെഡിയല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വലീദ് ബിൻ മുഗീറയുടെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അത് കൃത്യമായി ബോധ്യപ്പെട്ടിരുന്നു, ഇത് മുഹമ്മദിന്റെ വാക്കുകളല്ല എന്നുള്ളത്. മാത്രമല്ല, ഉത്ബത്ത് ബിൻ റബീഅയുടെ വിഷയം പറയുന്നുണ്ട്. പ്രവാചകൻ സൂറത്ത് ഫുസ്സിലത്ത് ഓതി കൊടുക്കുമ്പോഴാണ് മതി എന്ന് പറഞ്ഞ് പ്രവാചകന്റെ വായ കുത്തി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്നത്. അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞ വർത്താനുണ്ട്, നിങ്ങൾ മുഹമ്മദിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല, അതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ആ വർത്തമാനത്തിന് എന്തൊക്കെയോ ചില മാസ്മരികത ഉണ്ട്, ചില സ്വാധീനമുണ്ട്, വെറും വർത്തമാനല്ല മുഹമ്മദ് പറയുന്നത് എന്നൊക്കെ മക്കക്കാരോട് വന്ന് അവരിലെ പ്രഗത്ഭ വാഗ്മിയായിട്ടുള്ള ഉത്ബത്ത് ബിൻ റബീഅ സംസാരിച്ചത് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ ഖുറൈശി പ്രമുഖന്മാരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു അവരുടെയൊക്കെ വിഷയത്തിലാണ് പറയുന്നത്, അവർക്കൊക്കെ മതിയായതിലധികം ഇത് അള്ളാഹുവിൻ്റെതാണ് എന്ന്, ദൈവികമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും അവർ നിഷേധിക്കുകയാണ്. അപ്പോൾ അവരടക്കമുള്ള ആളുകളുടെ കാര്യത്തിലാണ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നത് പ്രവാചകനോട്, എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നുള്ളതിനുള്ള
കൃത്യമായ സാക്ഷിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് തന്നെ പറയുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, എന്താണ് അവർ വിശ്വസിക്കാത്തത് എന്നതിന്റെ കാരണം വിശുദ്ധ ഖുർആൻ തന്നെ മറ്റ് അധ്യായങ്ങളിലായി സൂചിപ്പിക്കുന്നുണ്ട്. 41-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീന ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കൂല. എന്താണ് അതിന് കാരണം എന്നറിയാം? ഫീ ആദാനിഹിം വഖറുൻ, അവരുടെ കാതുകളിൽ ഒരു തരം കട്ടിയാണ്. വഹു അലൈഹിം അമ, അവർക്ക് അന്ധത ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കാതുകൾ കേൾക്കാഞ്ഞിട്ടോ കണ്ണ് കാണാഞ്ഞിട്ടോ എന്നല്ല, അവരുടെ മനസ്സുകൾക്കാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. അവരുടെ തിട്ടൂരമാണ്, അവർ മാറൂല, അത്രത്തോളം അവരുടെ മനസ്സ് ഉറച്ചു പോയിട്ടുണ്ട്. അതാണ് കാരണം, അല്ലാതെ അവർക്ക് തിരിയാഞ്ഞിട്ടല്ല, തെളിവ് മതിയാവാഞ്ഞിട്ടല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് അതിന്റെ ബാക്കി പറയുന്നത് യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്, അല്ലാഹു അവൻ ആകാശഭൂമികളിലുള്ള എല്ലാം അറിയുന്നു എന്നാണ്. അതാണ് അതിലേക്ക് ചേർത്ത് വെക്കുന്നത്. അപ്പൊ എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? എല്ലാം അല്ലാഹു ആകാശഭൂമികളിലൊക്കെ അറിയുന്നു പറഞ്ഞാൽ അവിടെ ഇവരുടെ ഖുർആൻ നിഷേധത്തിന്റെ യഥാർത്ഥ കാരണം അള്ളാഹിനെ അറിയാന്നുള്ളതാണ്. ആകാശഭൂമികളിലുള്ള എല്ലാറ്റിനെയും പറ്റി അറിയുന്നവന് ഇവരുടെ മനസ്സിൽ ഒളിപ്പിച്ച കാരണം എന്തേ ഖുർആൻ അവർ അംഗീകരിക്കാത്തത് എന്നതിന്റെ കാരണം പ്രകടമായവർ പറയുന്നത് തെളിവ് പോരാന്നുള്ള അർത്ഥത്തിലാണ്. എന്തേ മൂസാ നബിയെ പോലുള്ള അല്ലെങ്കിൽ അങ്ങനത്തുള്ള അദ്ദേഹത്തിന്റെ വടി പോലുള്ള വടി എന്നൊക്കെയാണല്ലോ അവർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് ന്യായം തെളിവ് മതിയാവാഞ്ഞിട്ടല്ല, മറിച്ച് അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അതിനോടുള്ള നിഷേധമാണ്, വെറുപ്പാണെന്നുള്ളത്. ഇതാർക്കറിയാം? ഇത് റബ്ബിന് അറിയാന്നാണ്. അതാണ് ആകാശഭൂമികളിലുള്ള എല്ലാം റബ്ബിന് അറിയാന്ന് പറയുമ്പോൾ അതിനെല്ലാറ്റിനും അറിയുന്ന റബ്ബിനാണോ ഇവരുടെ മനസ്സിലുള്ള യഥാർത്ഥ കാരണം അറിയാത്തത് എന്ന നിലക്കുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളതെന്ന് മുഫസ്സിറുകൾ തമ്മിലുള്ള വചനങ്ങളുടെ ഒരു ബന്ധം വെച്ചിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മറ്റ് ഒരു സംഗതി ഉള്ളത്, ഒരു ശുഭവാർത്ത എന്ന നിലക്ക് ആ ഭാഗത്ത് വായിക്കാന്നുള്ള ഒരു സന്തോഷ വാർത്ത. എങ്ങനെ? ഇവിടെ ഖുർആനിനെ മതിയായ തെളിവായി ആത്മാർത്ഥമായി ബോധ്യപ്പെടാനും മനസ്സിലാക്കാനും അവസരം കിട്ടാനൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ആരാണ് ഇതിനെ അംഗീകരിക്കുന്നതൊക്കെ ഉള്ളവർക്ക് സ്വർഗവും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട പ്രതിഫലത്തെ പറ്റി അതിനൊക്കെ പറ്റി അള്ളാഹ്ക്ക് നല്ല അറിയാം. മാത്രമല്ല ഇവർ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ശരിക്കും മനസ്സിലാക്കാനും കിട്ടാനും ഒന്നും അങ്ങനെ ഇതിനെ ലഭ്യമാവാതെ ആ നിലക്ക് അവസരമില്ലാതുള്ള ഒരു ആളുകൾ ഉണ്ടായേക്കാം. അപ്പോൾ കോടാനുകോടി ജനങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യബോധത്തോടു കൂടി ഉൾക്കൊള്ളാൻ അവസരം കിട്ടാത്ത മനുഷ്യന്മാരൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉള്ള ഒരു സന്തോഷ വാർത്ത നിലക്കും ഇതിനെ വായിക്കാം എന്നുള്ളതാണ്. അതായത് എങ്ങനെയായിരിക്കാം അവരുടെ കാര്യത്തിൽ അള്ളാഹു തീരുമാനിക്കേണ്ടത്? അവർക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിയാഞ്ഞിട്ടാണോ, അതവർ അറിഞ്ഞിട്ട് മാറി നിന്നവരാണോ, അറിഞ്ഞിരുന്നെങ്കിൽ അവരിലേക്ക് വരുന്നവരാണോ എന്നൊക്കെ അവരെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയും അള്ളാഹുവിന് തികച്ചും ബോധ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ ആ രീതിയിൽ അള്ളാഹു അതിൻ്റെതായിട്ടുള്ള നടപടികളിലൂടെ കൊണ്ടുപോകും എന്നൊക്കെ പറയാനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനെ കൃത്യമായൊരു തെളിവായി മനസ്സിലാക്കാനോ ബോധ്യപ്പെടാനോ കഴിയാത്തവരെയും ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ നടപടി അള്ളാഹു സ്വീകരിക്കും. ഇനി അള്ളാഹു വചനം അവസാനിപ്പിക്കുന്നത് വകഫറു ബില്ലാഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ, അതായത് അള്ളാഹുവിനെ കൊണ്ട് അവിശ്വസിച്ച ആളുകൾ അവരെന്താണ്? നഷ്ടക്കാരാണെന്നാണ്. വല്ലദീന ആമനു ബിൽ ബാത്തിൽ, അവരെന്താണ്? ബാത്തിൽ വിശ്വസിക്കുകയും ചെയ്തവരാണ്, നിരർത്ഥകമായതിൽ വിശ്വസിക്കുകയും ചെയ്തവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വമ്പിച്ച നഷ്ടമുണ്ട് എന്ന് പറഞ്ഞത് ഖസ്റത്ത് ദുനിയ വൽ ആഖിറ, അവരുടെ ദുനിയാവും ആഖിറത്തും നഷ്ടമാണ് എന്നുള്ള ഒരർത്ഥത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വചനത്തിൽ കഫറു ബില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ആരാ? വല്ലദീന ആമനു ബിൽ ബാത്തിൽ, സത്യം എന്തെന്ന് അറിഞ്ഞിട്ടും ആ സത്യത്തിനെതിരെയുള്ള അസത്യത്തെ വിശ്വസിച്ച ആളുകളാണ് ഇവിടെ മനഃപൂർവ്വം കളവാക്കി എന്നുള്ള അർത്ഥത്തിൽ കഫറു എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി വചനം 53-54 അവിടെ അങ്ങനെ വരികയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ യസ്തഅജിലൂനക ബിൽ അദാബ്, അവരിങ്ങനെ ശിക്ഷക്ക് വേണ്ടിയിട്ട് ധൃതി കൂട്ടുകയാണ്. വലൗല അജലു മുസമ്മ, അവർക്കെങ്ങാനും നിശ്ചിതമായ ഒരു അവധി ഇല്ലായിരുന്നെങ്കിൽ ലജഅഹുമുൽ അദാബ്, അവരിലേക്ക് ശിക്ഷ അത് വരുമായിരുന്നു. വലയഅതിയന്നഹും ബഅതതൻ, അത് അവരിലേക്ക് പെട്ടെന്ന് തന്നെ വരുമായിരുന്നു. വഹും ലാ യശ്ഉറൂൻ, അവരറിയാത്ത രൂപത്തിൽ. അടുത്ത വചനം യസ്തഅജിലൂനക ബിൽ അദാബ്, അവർ ശിക്ഷക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നു, ധൃതി കൂട്ടുന്നു. ഇന്ന ജഹന്നമ, തീർച്ചയായും നരകം, ലമഹീതത്തു ബിൽ കാഫിൻ, അത് ഈ കാഫറുകളെ കൊണ്ട് വലയം ചെയ്തതാണെന്നാണ്. ഇവിടെ 2 വചനങ്ങളിലായി 2 ശിക്ഷകളെ പറ്റി പറയുന്നത്. ഒന്ന് ഭൗതികമായ ശിക്ഷയുടെ കാര്യമാണ്, മറ്റൊന്ന് പാരത്രികമായ ജഹന്നമിൻ്റെ കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കാര്യങ്ങളുള്ളത് അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് അവർ ധൃതി കൂട്ടും, അതാണല്ലോ ഇവിടുത്തെ വിഷയമുള്ളത്. ഈ 2 വചനങ്ങളുള്ളത് പ്രവാചകനെതിരെ എന്താണ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ മുഹമ്മദിൻ്റെ മതത്തിലേക്ക് ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി കടന്നു പോകുന്ന കണ്ടപ്പോൾ അതിന് തടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ സത്യനിഷേധികളായ ആളുകൾ അവർ ചെയ്ത ഒരു സൂത്രപ്പണി, ഒരു കുതന്ത്രമൊക്കെ ആയിട്ട് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. അതായത്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, എല്ലാ പ്രവാചകന്മാരും ആദ്യം മുതലേ അവർ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ പെട്ടെന്ന് തന്നെ കടന്നു വരും, നിങ്ങൾ നന്നാവണം എന്ന രീതിയിലാണല്ലോ. അപ്പം ഇവരെന്ത് ചെയ്യുക, ഈ ശിക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുക, അത് പെട്ടെന്നാവണം എന്നുള്ള രീതിയിൽ അവർ പറയുക, വെല്ലുവിളിക്കുക, അല്ലേ, നിന്റെ ഗ്രന്ഥത്തിൽ ഇതുവരെ നീ പറയുന്ന ആ ശിക്ഷ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളിലേക്കൊന്ന് എത്തിച്ചുതാ, ഞങ്ങളൊന്ന് അത് അനുഭവിക്കട്ടെ, ഒന്ന് കാണട്ടെ എന്നൊക്കെ അർത്ഥത്തിൽ പ്രവാചകനെ വെല്ലുവിളിച്ചവർക്കറിയാം. അത് ഉടനടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവരാൻ കഴിയുന്നൊരു സംഗതിയല്ല, എന്താണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശമൊക്കെ അവർക്കറിയാം. എങ്കിലും ഈ പാവപ്പെട്ട ജനങ്ങൾ സത്യം മനസ്സിലാക്കി പ്രവാചകന്റെ ശ്രേണിയിലേക്ക് അണിനിരക്കുമ്പോൾ അതിൽ നിന്നൊക്കെ തടുക്കാനായിട്ട് ഉടനടി അവരുടെ മധ്യത്തിൽ പരസ്യമായിട്ട് അവരിങ്ങനെ ചോദിക്കുന്നത്, എവിടെയാണ് ആ ശിക്ഷ, ആ ശിക്ഷ ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോവാ, കാണിക്ക്, ഞങ്ങളൊന്ന് അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ മുഹമ്മദിനെ നമുക്കിവിടെ ചെറുതാക്കാം എന്നുള്ളൊരു ഒരു ഉദ്ദേശത്തോടുകൂടെ അവർ ചോദിച്ച ചോദ്യങ്ങളാണ്. ദുനിയാവും തന്നെയുള്ള ശിക്ഷ അവർ ചോദിക്കുക എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വൈദ ഖാലു, അവരിങ്ങനെ ചോദിച്ചു, അല്ലാഹുമ്മ ഇൻകാന ഹാദാ ഹുവൽ ഹഖ, ഇതെങ്ങാനും സത്യമാണെങ്കിൽ മിൻ ഇൻദിക, നിന്റെ അടുത്തു നിന്നുള്ള തന്നെയാണെങ്കിൽ, ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ, ആകാശത്തുനിന്ന് ഞങ്ങളുടെ മേൽ കല്ല് മഴ വർഷിക്കട്ടെ, ഔതിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ വരട്ടെ. അതിങ്ങനെ അവർ ദുനിയാവും തന്നെ വെച്ചിങ്ങനെ ചോദിച്ചിരുന്നു, അതൊന്ന് വരട്ടെ എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആന്റെ മറ്റ് ധാരാളം ആയത്തുകളിൽ ഈ ഒരു സ്വരത്തിലുള്ള വാചകങ്ങളൊക്കെ നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹ് പറയുന്നുണ്ട് അതിനൊരു മറുപടി, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ താങ്കൾ അവരുടെ കൂടെ ഉള്ളിടത്തോളം കാലം നാം അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല, വഹും യസ്തഗ്ഫിറൂൻ, അവർ പാപമോചനം തേടുന്ന കാലത്തോളം. അപ്പോൾ രണ്ട് കാര്യങ്ങളൂടെ പറയാണ്, പ്രവാചകൻ അവരുടെ കൂട്ടത്തിലുള്ളിടത്തോളം കാലം അവർ ശിക്ഷിക്കൂല, രണ്ടാമത് അവർ പാപമോചനം തേടുന്നവരാരെങ്കിലും അവരുടെ കൂട്ടത്തിലുള്ളിടത്തോളം കാലം അവരെ ശിക്ഷിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടല്ല ആ ശിക്ഷ മാറ്റിവെച്ചതാണ്, പാടെ നടപ്പാകൂല എന്നുള്ളതല്ല, ഒരു സാവകാശം നൽകലാണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. അത് ആ വചനത്തിൽ പറയുന്നുണ്ട്, അല്ലേ, വലൗല അജലും മുസമ്മ, അവർക്കൊരു നിശ്ചിതമായ സമയം ഇല്ലായിരുന്നുവെങ്കിൽ, ഇത്ര അവരുടെ നിലപാടിനെതിരെ സ്പോട്ടിൽ അള്ളാഹ് പിടിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കാര്യത്തിൽ അവരുടെ ആ ധിക്കാരം എവിടം വരെ പോകും നോക്കാൻ. ചില ആൾക്കാർ അവരിൽ നിന്ന് നന്നായി വരുന്ന ആളുകളാണ്, ചില ആൾക്കാർ അവരുടെ ആ വിശ്വാസത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നവരാരാണ്. ഇവരൊക്കെ എവിടം വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു വെച്ചിട്ടുള്ള നിശ്ചിതമായ സമയമുണ്ട്. ആ സമയമാണ് അജല് മുസമ്മ, അതുവരെ ഒന്നൊരു പോകട്ടെ എന്നുള്ള ആ ഒരു സാവകാശം. ഖുർആൻ അത് പറയുന്നുണ്ട്, വലൗല കലിമത്തുൻ സബഖത് മിൻ റബ്ബിക, നിന്റെ നാഥനിൽ നിന്നുള്ള ഒരു കലിമ മുൻകടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവരെ കാര്യത്തിൽ ഞാൻ തീർപ്പാക്കുമായിരുന്നു, ലഖുദിയ ബൈനഹും, വിധി സ്പോട്ടിൽ നടപ്പാക്കുമായിരുന്നു എന്ന അർത്ഥത്തിൽ അള്ളാഹു സംസാരിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതാണ് ഇവിടുത്തെ ഉദ്ദേശം. മാത്രമല്ല വഹും ലാ യശ്ഉറൂൻ, ആ ശിക്ഷ വരുമ്പോൾ അവർക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞ്, അവർക്ക് അതറിയില്ല, അത് മനസ്സിലാക്കാനോ അതിൽ നിന്ന് മാറി നിൽക്കാനോ എന്തെങ്കിലും ഒരുക്കങ്ങൾ നടത്താനോ ഒന്നുമല്ല അവർക്ക് അതിന് കഴിയില്ല. അവർ പ്രതീക്ഷിക്കുന്ന സമയത്തിൽ തന്നെ അതായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ്. അത് സ്പോട്ടിൽ പെട്ടെന്ന് ബഗ്ത തന്നെ അവരെ പിടികൂടും എന്നുള്ള അർത്ഥത്തിൽ. വലയഅ്തിയന്നഹും ബഗ്ത, സൂറത്ത് യാസീനിലാണ് അവരിങ്ങനെ തമ്മിൽ അതിനെപ്പറ്റി തർക്കിച്ചു കൊണ്ടിരിക്കാതെ അവരിലേക്ക് വരുന്നൊക്കെ പറഞ്ഞ പോലെ ഈ രീതിയിലൊക്കെ അള്ളാഹു അതിനെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മാത്രമല്ല നരകശിക്ഷയെ പറ്റി പറഞ്ഞപ്പോൾ അത് അവരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. വൈന ജഹന്നമ ലമുഹീത്തത്തും ബിൽ കാഫിരീൻ, വലയം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ യഥാർത്ഥത്തിൽ ഇയാളുണ്ട്, ഈ സത്യനിഷേധി ഉണ്ട്. ആ ശിക്ഷയുടെ അള്ളാഹുവിൻ്റെ ആ കരവലയത്തിനുള്ളിൽ ശിക്ഷ കൊണ്ട് പിടിക്കാൻ ഉദ്ദേശിച്ചയുടെ കൂട്ടത്തിൽ ആ മനുഷ്യനുണ്ട്. അത് ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഈ ഐഹികവും പാരത്രികവുമായ ശിക്ഷയ്ക്ക് വേണ്ടി അള്ളാഹിനോട് മുറവിളി കൂട്ടുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹ് അങ്ങനെ അവരെ വലയം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പിടിക്കേണ്ട ആ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ, ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് അവൻ ഇങ്ങനെ ഈ ശിക്ഷയ്ക്ക് മുറവിളി കൂട്ടുന്നത് എന്നതാണ്. അതായത് സത്യനിഷേധികൾ അള്ളാഹു വലയം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. ഇനി 55-ാമത്തെ വചനം, യൗമ യഗ്ഷാഹുമുൽ അദാബ്, അന്ന് അവരെ ശിക്ഷ കൊണ്ട് മൂടും. മിൻ ഫൗഖിഹിം, അവരുടെ മുകളിൽ നിന്നും, മിൻ തഹ്തി അർജുലിഹിം, അവരുടെ കാലുകളുടെ താഴ്ഭാഗത്തു നിന്നും, യഖൂലു ദൂഖു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിനെ പറ്റി നിങ്ങൾ ആസ്വദിച്ചോളൂ എന്ന് പറയുന്ന. ഇത് നരകത്തിൻ്റെ ശിക്ഷയുടെ സ്വഭാവം പറഞ്ഞു എന്ന് തന്നെയുള്ളൂ. അതായത് അവരുടെ കാര്യത്തിൽ അള്ളാഹ് എന്ത് ചെയ്യും, അവരുടെ ആ ഒരു ശിക്ഷയുടെ അവസ്ഥ പറയാണ്. അതായത് ദുനിയാവിൻ്റെത് അവരറിയാതെ അവരിലേക്ക് വരും. ഇനി പരലോകത്തെത്തിയാൽ നരകം എങ്ങനെ, അത് അവരുടെ മുകളിലൂടെ ഉണ്ടാവും, അവരുടെ താഴ്ഭാഗത്ത് കൂടി ഉണ്ടാവും. അത് അവരിലേക്ക് മൊത്തത്തിൽ അതവരെ ആകമാനം മൂടിക്കളയുന്ന, ആവരണം ചെയ്യുന്ന സ്വഭാവമായിരിക്കും. അവർക്ക് അതിൽ നിന്ന് ഒരു നിലക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടാൻ കഴിയൂല എന്നുള്ള ഒരു പഴുതില്ലാത്ത വിധം അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ മൂടിക്കളയും എന്നതാണ്
ആ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഇതിനെ വിശേഷിപ്പിക്കുന്ന മറ്റ് പദങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ അത് നരകാഗ്നിയെ കൊണ്ടുള്ള മെത്തയാണെന്ന് പറയുന്നുണ്ട്. ജഹന്നമ മിഹാദ് വമിൻ ഫൗഖിഹിം ഗവാഷ്, അതോടൊപ്പം തന്നെ അവരുടെ മീതെ ആ നരകത്തിൻ്റെ തീയിൻ്റെ പുതപ്പ് കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതിൻ്റെ മീതെ പുതപ്പുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ മീതെ മിൻ ഫൗഖിഹിം ദുലൽ, തട്ടുകൾ അള്ളാഹു തീനെ കൊണ്ട് നരകത്തെ കൊണ്ട് ക്രമീകരിക്കും. മിൻ തഹ്തിഹിം ദുലൽ, അവരുടെ താഴ്ഭാഗത്തും അഗ്നി കൊണ്ടുള്ള തട്ടുകൾ അള്ളാഹു ഒരുക്കിയിട്ടുണ്ടാകും. അപ്പോൾ എത്ര ഭയാനകമാണ് ആ ശിക്ഷ എന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു. ഭൗതികമായ ശിക്ഷ അവരറിയാതെ പെട്ടെന്ന് തന്നെ ഒരു സാവകാശം കൊടുക്കാതെ അള്ളാഹു അവരെ പിടികൂടും. ഇനി നരകത്തിൻ്റെ ശിക്ഷയാണെങ്കിൽ അത് ഈ നിലക്കാണ്, അവർക്ക് ഒരു നിലക്കും രക്ഷപ്പെടാൻ പഴുതില്ലാത്ത വിധമാണ് എന്നൊക്കെയുള്ള ഒരു വിശദീകരണമാണ്, വിശേഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ആയതിനാൽ ഹക്കിനെ ഹക്കായിട്ട് മനസ്സിലാക്കാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാനും അത് അങ്ങനെ തന്നെ വേർതിരിച്ച് ജീവിതത്തിൽ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനൊക്കെ കഴിയേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശമാണ്, ഒരു മുന്നറിയിപ്പ് കൂടെയാണ് ഈ വചനങ്ങളൊക്കെ പകർന്നു നൽകുന്നത്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.